ഒരിക്കലും ഒന്നും രണ്ടല്ല. നിലപാടുകളും കൂട്ടുകെട്ടുകളും ഏത് നിമിഷവും മാറിമറിയുക തന്നെ ചെയ്യും. അതാകട്ടെ സ്വാഭാവികവുമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി കേരളത്തിലെ 3 മുന്നണികളും തന്ത്രപരമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസം ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനെ UDF-ൽ എത്തിക്കാനുള്ള നീക്കത്തിനാണ് വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഒന്നാകെയോ അതല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ പിളർത്തിയോ ഒപ്പം നിർത്താനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ CPI-യെ ലക്ഷ്യമിട്ടും ചില നീക്കങ്ങൾ UDF നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി CPI നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ചില പ്രധാന നേതാക്കളെയും UDF നേതൃത്വം സമീപിച്ചതായാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ UDF-ലെ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് ഒഴികെ മറ്റു പാർട്ടികൾക്ക് കാര്യമായ അടിത്തറയില്ലാത്തതും ജനസ്വാധീനമുള്ള നേതാക്കളുടെ അഭാവവും നികത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം നീക്കങ്ങൾ UDF നേതൃത്വം നടത്തുന്നത്. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസും ഉണ്ടാവണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ താൽപര്യം. അതല്ലെങ്കിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും UDF നേതൃത്വത്തിനുണ്ട്. ഇതോടൊപ്പം CPI-യിലെ ഒരു വിഭാഗത്തെ കൂടി കിട്ടിയാൽ 100 മുതൽ 120 സീറ്റുകൾ വരെ ലഭിക്കുമെന്നതാണ് അവകാശവാദം. നിലവിൽ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കാര്യമായ സ്വാധീനമില്ലെന്ന തിരിച്ചറിവിലാണ് ജോസ് വിഭാഗത്തെ ലക്ഷ്യമിടുന്നത്. ജോസ് കെ മാണി വന്നില്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ അടർത്തിയെടുക്കാനാണ് ആലോചന. ഇക്കാര്യത്തിൽ PJ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മുഖവിലക്കെടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. എന്നാൽ കോൺഗ്രസ് നീക്കം പരസ്യമായതോടെ മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെപ്പറ്റി ചർച്ച നടത്തിയിട്ടില്ലെന്നും പറഞ്ഞ ജോസ് കെ മാണി ഇടതുപക്ഷത്ത് ഹാപ്പിയാണെന്നും അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ UDF-ന്റെ വിജയം ജനങ്ങളുടെ വിജയം അല്ല എന്നതിന് തെളിവാണ് മറ്റു ഘടകകക്ഷികളുടെ പുറകെ UDF പോകുന്നത് എന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നത്. പാലായിൽ PJ ജോസഫും UDF-ഉം നടത്തിയ രാഷ്ട്രീയ വഞ്ചനയും മുന്നണിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയതും ഒരിക്കലും മറക്കില്ല എന്ന നിലപാടാണ് മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് ഉറപ്പു നൽകിയ 2 ചിഹ്നം നൽകാൻ പോലും കോൺഗ്രസിനായില്ലെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. KM മാണിയുടെ മരണത്തിന് പിന്നാലെ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒരു നേതാവും കൂട്ടുനിൽക്കരുതെന്ന വികാരമാണ് കേരള കോൺഗ്രസ് അണികൾക്കിടയിലും ശക്തമായിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച ജോസഫിന് KM മാണിയുടെ പൈതൃകം കോൺഗ്രസ് ചാർത്തിക്കൊടുത്തത് മുറിവേൽപ്പിച്ചതാണ് അണികളുടെ രോക്ഷത്തിന് പ്രധാന കാരണം. KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകത്തിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് ജോസ് കെ മാണിയും തുറന്നടിച്ചിരിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസിന്റെ ആത്മാഭിമാനം ആരുടെയും മുമ്പിൽ അടിയറവ് വെക്കില്ലെന്ന ജോസ് കെ മാണി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും UDF നേതൃത്വം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ചില നേതാക്കളെയെങ്കിലും അടർത്തി മാറ്റുവാൻ കഴിയുമോ എന്നതാണ് അവർ നോക്കുന്നത്. BJP നേതൃത്വവും കേരള കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജോസ് കെ മാണിക്ക് കേന്ദ്ര മന്ത്രിപദം വരെ ഓഫർ ചെയ്ത് പാട്ടിലാക്കാനാണ് ശ്രമം. ഇതിനായി ചില ക്രൈസ്തവ മത നേതാക്കളെ ഉപയോഗപ്പെടുത്താനും അണിയറയിൽ നീക്കമുണ്ട്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിൽ അധികാര വടംവലി ശക്തമായ സാഹചര്യത്തിൽ സുപ്രധാന ഓഫർ നൽകി നിരാശരായ മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്താനും BJP ശ്രമം നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. BJP-യും കോൺഗ്രസും ഇത്തരം തന്ത്രങ്ങൾ പയറ്റുമ്പോൾ കടുത്ത വെല്ലുവിളികൾക്കിടയിലും പ്രതിപക്ഷത്തെ തരിപ്പണമാക്കുന്നതിനുള്ള അജണ്ട നടപ്പാക്കാനാണ് CPM പദ്ധതി തയ്യാറാക്കുന്നത്. വാർഡ് വിഭജനം അനുകൂലമായ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇടതുപക്ഷത്തു നിന്നും ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയും കൂടുമാറില്ലെന്ന് തന്നെയാണ് CPM നേതൃത്വം കരുതുന്നത്. ഇതോടൊപ്പം തന്നെ UDF-ൽ പിളർപ്പുണ്ടാക്കാനുള്ള നീക്കം CPM-ഉം നടത്തുന്നുണ്ട്. നിലമ്പൂരിലെ UDF-ന്റെ വിജയത്തെ കേവലം പ്രാദേശികമായ വിഷയമാക്കി ചെറുതാക്കി കാണാനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന്റെ പാർട്ടി വോട്ടുകൾ നിലമ്പൂരിൽ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും PV Anwar നേടിയ 20,000-നടുത്തുള്ള വോട്ടുകൾ താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നുമാണ് CPM വിലയിരുത്തുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേട്ടം കൊയ്താൽ ഈ ചിത്രമെല്ലാം മാറുമെന്ന് തന്നെയാണ് CPM കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗ് പിളർന്ന അതിലെ പ്രബല വിഭാഗം മറ്റൊരു പാർട്ടിയായി ഇടതുപക്ഷത്ത് എത്തുമെന്നാണ് CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട സാഹചര്യം തിരിച്ചറിഞ്ഞാൽ ലീഗ് മാത്രമല്ല കോൺഗ്രസ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിളരുമെന്ന കണക്കുകൂട്ടലും CPM നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പിളർപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.